ഞാൻ ഇത്രയൊക്കെ ഫുഡ് കഴിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. വയറ് പൊട്ടാറായി. ചുമ്മാ ഇരിക്കളിയാ. വേദാന്തും അമൂല്യം കഴിച്ച പാൽപായസത്തിന്റെ അത്രയൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. എല്ലാരും വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ചടങ്ങൊക്കെ? സൂപ്പർ ആയിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വേദാന്ത് ചേട്ടനും കൂടെ. മുത്തശ്ശി, ഊണ് കഴിച്ചായിരുന്നോ? അത്രയധികം പായസൊക്കെ ഇരുന്ന് കുടിച്ചിട്ട് ഇപ്പോഴും ഭക്ഷണത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ചേട്ടാ? അത് ഞാനെങ്ങാനായിരുന്നെങ്കിലേ 10 ദിവസത്തേക്ക് ഫുഡൊന്ന് പറയയില്ല, പണിയായനെ. കൺഗ്രാറ്റ്സ് ആദ്യ. എനിക്ക് നിങ്ങളുടെ ഗുഡ് ന്യൂസ് കേട്ട് ഒരുപാട് സന്തോഷമായി. എനിക്ക് വീട്ടിൽ വരുന്നതിന്റെ ഇടയ്ക്ക് ഡബിൾ പ്രൊമോഷൻ. ആന്റി എന്ന് വിളിക്കാൻ ഒരാൾ വരുന്നുണ്ടല്ലോ. ഐ എം സോ ഹാപ്പി. ഇത്രയും നേരം ഞങ്ങൾ ഒറിജിനൽ ഏട്ടത്തിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇവളേത് ഡ്യൂപ്ലിക്കേറ്റ് ഏട്ടത്തി, ബ്ലഡി കഴുത. താങ്ക്സ് ആദിത്യ. വേദാന്ത്, ഒരു നിമിഷം. നിന്റെ എൻഗേജ്മെന്റ് റിംഗ് ലൂസ് ആണെന്ന് പറഞ്ഞ് നീ ഇടുന്നുണ്ടായിരുന്നില്ലല്ലോ. നീ ഇടാത്തത് കൊണ്ട് സാഹിത്യം അത് ഇടുന്നില്ലായിരുന്നു. ഞാനത് ശരിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എടുക്ക്, 2 പേര് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യ്. അമ്മ എന്തിനാ അമ്മ ഇതൊക്കെ? വേദാന്ത്, സാഹിത്യ, എന്താ നോക്കി നിൽക്കുന്നത്? എല്ലാവർക്കും ഇതുപോലെ 2 പ്രാവശ്യം ചാൻസ് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. ഇട്ടുകൊടുക്ക്.
ഒന്ന് ആഗ്രഹിക്കൂ അത്രേ. ആ പഴഞ്ചൊല്ല് വളരെ നന്നായിട്ടുണ്ട്. അമ്മേ, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ജോലിയാ. എന്ത് ജോലിയാ മോനെ? സിമ്പിൾ ഐഡിയ, പാനിപ്പൂരി ഉണ്ടാക്കുന്നത്. എന്താ അമ്മേ, അമ്മയ്ക്കത് ഇഷ്ടമല്ലേ? അയ്യോ, അതില് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഉള്ളത്? നല്ല ജോലിയല്ലേ. ഒരു ജോലിയും ചെറുതല്ല മോനെ. പക്ഷെ ഈ ജോലിയിൽ നമുക്ക് വേണ്ടത്ര കാശ് കിട്ടുവോ? എന്തുകൊണ്ട് വരില്ല, ഉറപ്പായിട്ടും കിട്ടും. കണ്ണ, പാനിപ്പൂരി വണ്ടി ഇടുന്നെന്ന് വെച്ച തമാശയാണോ നിനക്ക്? എത്ര സാധനങ്ങൾ വേണം? പാത്രം, പ്ലേറ്റ്, വണ്ടി, ഇതിനൊക്കെ എവിടുന്ന മോനെ കാശ്? എവിടുന്ന് ഞാൻ കൊണ്ടുവരും മോനെ? പാനിപ്പൂരി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചവൻ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാതിരിക്കുവോ? അമ്മേ, ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വണ്ടിയും ഉണ്ട്. അവനിപ്പോ അത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ കണ്ണ? ചോദിച്ചു കഴിഞ്ഞു, അവൻ തരാമെന്നും പറഞ്ഞു. നമ്മുടെ കയ്യില് പൈസ വന്നു കഴിയുമ്പോ അവനും കൊടുത്താ മതി. അങ്ങനെയാണോ? അതെ അമ്മേ, ഡെയിലി ചെലവിന് എന്നും 500 രൂപ വേണ്ടി വരും. സാധനങ്ങൾ, പച്ചക്കറി, അങ്ങനെ അതും ഇതൊക്കെ. നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ലതാണെങ്കിൽ ഡെയിലി 2000 രൂപയുടെ കച്ചവടങ്ങളും നമുക്ക് കിട്ടും. ഫുഡ് ഐറ്റംസിൽ 50% ലാഭം എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇനി കിട്ടിയില്ലെങ്കിലും 500 രൂപ കിട്ടിയാലും കുറവല്ലല്ലോ അമ്മേ. ആ രംഗൻ ചേട്ടനോട് ഞാൻ സംസാരിച്ചിട്ട് വന്നതാ. ഒരു 500 രൂപയും കൂടെ കടമായിട്ട് തരാൻ പറഞ്ഞു. ഒടുക്കും എല്ലാം കൂടെ ചേർത്ത് 5000 രൂപ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ണ, കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ മകനായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അമ്മേ, ഈ ജന്മം നിങ്ങളുടെ മകനായിട്ട് നിങ്ങളുടെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മകനാ. ഈ കാട്ടുപോത്ത് ഇത്രയും ഡീപ്പായിട്ട് എന്റെ അമ്മയുടെ അടുത്ത് എന്ത് സംസാരിക്കുമായിരിക്കും? ചേച്ചി, അമ്മ എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയില്ല. പാവം അച്ഛൻ കല്യാണ ചെലവ് തീർക്കാനായിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അച്ഛന് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയും കടം തീർത്തങ്ങ് തീർന്നു പോവും. പിന്നെ അമ്മ ഇന്ന് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മു. ഇതിനൊക്കെ ഒരുപാട് കാശായി കാണില്ലേ? അതാ എനിക്കും അത്ഭുതമായി പോയത് ചേച്ചി. ഞാൻ അമ്മയോട് ഇന്നലെ തന്നെ ചോദിച്ചായിരുന്നു, കാശുണ്ടോ, എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നേന്ന്. എല്ലാം ഓക്കെ ആണെന്ന് അമ്മ മറുപടി പറഞ്ഞു. നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കാമോ? ഞാനും വീട്ടിലുണ്ടായിരുന്നപ്പോ ഇതെല്ലാം കാണുമായിരുന്നു. അവരടുക്കളയിൽ അവിടെ ഇവിടെ കേട്ട് കുറച്ച് കാശ് വെച്ചിട്ടുണ്ടാവും, അത്യാവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട്. അതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ നല്ലതാ ചേച്ചി. അമ്മ ശരിക്കും നിന്നെ പോലെ തന്നെയാ. ബാക്കി മിഡിൽ ക്ലാസ് ആൾക്കാരെ പോലെ തന്റെ കഷ്ടങ്ങളൊക്കെ സഹിച്ച് തന്റെ ഫാമിലി സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കും. അമ്മു, ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് കരുതി നീ വിഷമിക്കൊന്നും വേണ്ട. നമുക്കിടയിൽ ഇതൊക്കെ വേണോ? എന്താണോ പറയാൻ വന്നത് അതങ്ങ് പറ. വേദാന്ത ചേട്ടന്റെ എൻഗേജ്മെന്റിന്റെ സമയത്ത് നീ എത്രമാത്രം ഡള്ളായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്ന് നിന്നെ കണ്ടപ്പോ
നീ വീണ്ടും ക്ലോസ് ആയ പോലെ എനിക്ക് തോന്നുന്നു. എനിക്കെന്തോ ഇതൊക്കെ കാണുമ്പോ നിനക്ക് വീണ്ടും പഴയ പോലെ ഹേർട്ട് ആവുമെന്നുള്ള പേടിയാവുന്നു മോളെ. എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് കണ്ണേട്ടാ. നാളെ എനിക്ക് മാത്സ് എക്സാം ആണ്. ഞാൻ നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ എല്ലാവരും എന്നെ പൊട്ടിയെന്ന് വിചാരിക്കില്ലേ? മറ്റുള്ളവര് നിന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവരെന്നെ പൊട്ടിയെന്ന് വിചാരിച്ച എനിക്ക് വിഷമാവില്ലേ? നീ എന്താണെന്ന് ആദ്യം നീ മനസ്സിലാക്കണം അഞ്ജു. നിനക്ക് എക്സാംസിലൊക്കെ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ അവരെന്തായിരിക്കും വിചാരിക്കുന്നത്? എല്ലാവരും എന്നെ ബ്രില്യന്റ് എന്ന് വിചാരിക്കും. അതെങ്ങനെയാ നീ പറയുന്നത്? അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇല്ല, പക്ഷെ എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് എനിക്ക് നേരത്തെ അറിയാലോ. അങ്ങനെയാണെങ്കിൽ നീ മണ്ടി എന്നതും നീ ബ്രില്യന്റ് ആണെന്നും നിനക്ക് മാത്രം ഉണ്ടായ ഒരു തോന്നലായിരിക്കില്ലേ അത്? അതെ, ഒരു പക്ഷെ അങ്ങനെയായിരിക്കും. നീ എന്തൊക്കെ ചെയ്താലും വിചാരിക്കേണ്ടവർക്ക് എന്ത് വിചാരിക്കണമെന്ന് തോന്നുന്നു അത് തന്നെയായിരിക്കും അവർ വിചാരിക്കുന്നത്. ഇപ്പോ നീ മാത്സ് നന്നായിട്ട് മനസ്സിലാക്കി എക്സാം എഴുതുകയാണെങ്കിൽ നിന്റെ ഹയർ സ്റ്റഡീസിൽ നിനക്ക് സയൻസ് എടുത്ത് പഠിക്കാൻ ഹെൽപ്പ് ആകും. അതിനു പകരം നീ ഇപ്പൊ മടി കാണിച്ചാ മുൻപോട്ട് നല്ല ടഫ് ആയിരിക്കും നിനക്ക്. അത് സത്യമാണ്. എത്ര കഷ്ടായാലും ഞാൻ ലോജിക്ക് മനസ്സിലാക്കിയാ ചെയ്യുന്നത് കണ്ണേട്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഒന്നും ആലോചിക്കണ്ട, എക്സാം നീ നന്നായിട്ട് തന്നെ എഴുതും. അതുപോട്ടെ, ഇന്ന് വീട്ടിലെല്ലാരും വന്നതല്ലേ, നന്നായിരുന്നോ? അതെ കണ്ണേട്ടാ, ഞങ്ങളുടെ ഏട്ടത്തെ വീണ്ടും പ്രഗ്നന്റ് ആയില്ലേ, അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷായി. വീണ്ടും എന്ന് വെച്ചാ അവർക്ക് വേറെ കുട്ടിയുണ്ടെന്നാണോ? അയ്യോ അല്ല കണ്ണേട്ടാ. ഓ, ചേട്ടൻ അറിയില്ല അല്ലേ? ഇല്ല, അറിയില്ല. ആദ്യം അവർ ഇതേപോലെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അമ്പലത്തിൽ വീണ് മിസ്കാരേജ് ആയി പോയതാ. പാവം ഏട്ടത്തി, എല്ലാവർക്കും അന്ന് ഭയങ്കര വിഷമായിരുന്നു. ചേച്ചി, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് സത്യം തന്നെയാ. ഇപ്പൊ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഈ ക്ലോസ് ആവുന്നതും ഹർട്ട് ആവുന്നതും ഒന്നും ഇനി മുതൽ നടക്കില്ല. എന്താണെന്ന് വെച്ചാ അവൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ മനസ്സിൽ വേറൊരാളുടെ സ്നേഹം വെച്ചിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അത് നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മോ? ഇതിന്റെ സ്നേഹമാ ചേച്ചി, അതില്ലാണ്ടാക്കാൻ ആർക്കും പറ്റില്ല. നിർബന്ധിച്ച് ഞാൻ ഈ സ്നേഹം നിർത്താന്ന് വിചാരിച്ച ആ സ്നേഹം എന്റെ പെർമിഷൻ ഇല്ലാതെ ഉണ്ടായതാ. അങ്ങനെയുള്ളപ്പോ അതിനെ കൊല്ലാൻ ഞാൻ ആരാ ചേച്ചി? അമ്മ നിനക്ക് വിഷമാവുന്നില്ലേ മോളെ? നമ്മൾ ആരുടെ അടുത്തുനിന്നെങ്കിലും എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്താൽ മാത്രമേ സങ്കടപ്പെടാൻ അവസരം ഉണ്ടാവൂ. അവൻ എന്നെ സ്നേഹിക്കുന്നുള്ള പ്രതീക്ഷയൊക്കെ ഞാൻ എപ്പോഴേ വിട്ടുകളഞ്ഞതാ ചേച്ചി. അങ്ങനെയാണെങ്കിൽ എല്ലായ്പ്പോഴും നീ വേദാന്ത് ചേട്ടനെ വൺ സൈഡ് ആയിട്ട് പ്രേമിച്ചോണ്ടിരിക്കുന്ന പറയുന്നത്? വൺ സൈഡ് പ്രേമത്തിന് ഒരുപാട് ശക്തിയുണ്ട് ചേച്ചി. ഇതിലൊരിക്കലും ഫെയിലിയർ എന്ന വാക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മരിക്കുന്നവരെ ശാശ്വതമായിട്ടുള്ള പ്രണയം എന്ന് വെച്ചാ അത് വൺ സൈഡ് ലവോ ചേച്ചി? അമ്മു, ഇതൊന്നും ശരിയല്ല മോളെ. ഇത് ഒരു തരത്തിൽ പറഞ്ഞ നീ തന്നെ നിന്നെ ചതിക്കുന്നത് പോലെയല്ലേ? നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല ചേച്ചി. പക്ഷെ നമ്മൾ ഒരിക്കലും വേറൊരാളെ ചതിക്കാൻ പാടില്ല. ഇനി മുതല് ഞാൻ വേദാന്തിന്റെ അടുത്ത് എങ്ങനെയാണോ നിൽക്കേണ്ടത് അങ്ങനെ നിൽക്കൂ. ഇതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ. ഒരു സൈഡിൽ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, വേദാന്ത ചേട്ടനെന്ന് നീ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നും പറയുന്നു. അവസാനം വരെ വേദാന്ത ചേട്ടന് ഇഷ്ടമുള്ള പോലെ ജീവിക്കുമെന്നും പറയുന്നു. നിന്റെ സ്നേഹം ഏത് തരത്തിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മു. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം മനസ്സിലായി. കുറച്ചുപോലും സ്വാർത്ഥത ഇല്ലാത്തതാ സ്നേഹം. എനിക്ക് അവനെ സ്നേഹിക്കാനായിട്ട് അവൻ എന്നെ സ്നേഹിക്കണമെന്നൊന്നുമില്ല. എന്റെ ഇഷ്ടത്തിന് എനിക്ക് അവനെ എത്ര വേണമെങ്കിലും സ്നേഹിക്കാലോ. നിനക്ക് വളരെ വലിയ മനസ്സാണ് മോളെ.
നീ എപ്പോഴും ഒരാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. നിന്നെ ഓർക്കുമ്പോ എനിക്ക് ശരിക്കും അഭിമാനം. ശരിക്കും എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ അവളെ പറ്റി മാത്രം ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും എന്തോ പ്രശ്നമുണ്ട്. ആദ്യം നല്ലൊരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യണം. എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ, എപ്പൊ നോക്കിയാലും അമൂല്യെ പറ്റിയുള്ള ചിന്തകളാ. അവള് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാ എനിക്ക് ബാക്കിയുള്ളതൊന്നും കാണാനേ പറ്റുന്നില്ല. അവള് മാത്രം. ആരെങ്കിലും കല്യാണത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പ എന്റെ മനസ്സിലേക്ക് അമൂല്യ വരും. അവളെ ഓർത്തു കഴിഞ്ഞാൽ അപ്പ എനിക്ക് ചിരിയും വരും. കൃഷ്ണന്റെ വേഷവും കെട്ടിയാൽ സുമേഷും വരും. ഷാരൂഖ് ഖാന്റെ പോലെ കൈ ഉയർത്താൻ തുടങ്ങും. എനിക്ക് എന്താ പറ്റിയ ഗുരുവായൂരപ്പ? ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് പ്രശ്നം മനസ്സിലാക്കണം. അത് അമൂല്യനെ ആയിരിക്കും. ശ്രീവത്സന, നാളെ ഓഫീസിൽ വെച്ച് കാണാൻ പറ്റുമോ ബോസ്? കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. സി, വീണ്ടും അതേ പ്രോബ്ലം വരുന്നത് കണ്ടില്ലേ? മെസ്സേജിന്റെ ടോൺ വന്നപ്പോ തന്നെ ഞാൻ അത് അമൂല്യ എന്നാ വിചാരിച്ചത്. ആര് ഫോൺ ചെയ്താലും ഞാൻ അമൂല്യ എന്നാ വിചാരിക്കുന്നത്. എനിക്ക് എപ്പോഴും അവളോട് സംസാരിക്കാനും തോന്നുന്നുണ്ട്. പണ്ട് തൊട്ട് ഞാൻ പെൺകുട്ടികളുമായിട്ട് അടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം മനസ്സിലാക്കായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ ഈ പ്രശ്നം കണ്ടുപിടിക്കുക? ഐ ഫീൽ സോ സ്റ്റുപ്പിഡ്. ഇത് ശരിയാണോ കണ്ണേട്ടാ? ആ ശരിയാണ്. ഇക്വേഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യും. പ്രോബ്ലം കറക്റ്റായിട്ട് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും അഞ്ചു. ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എന്റെ ചേച്ചി ഉണ്ടല്ലോ, ആ മരക്കഴുതാ. ഞാൻ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ തലക്കടിക്കും, അറിയാമോ? പാവം ഞാൻ, അഹങ്കാരി പിശാച്. എന്താടി ഇത്? വന്ന് നോക്ക്. അയ്യോ, നിനക്ക് വായി തോന്നിയതൊക്കെ പറയാൻ ഞാൻ എന്താ വല്ല പ്രാണിയാണോ? അഞ്ജു, ഈയിടെയായിട്ട് നിന്റെ ചേച്ചി കയ്യിൽ ഫോണും കൊണ്ടാ നടക്കുന്നല്ലേ? അറിയില്ല കണ്ണേട്ടാ, എക്സാം ടെൻഷനിലല്ലേ, ശ്രദ്ധിച്ചില്ല. അമ്മോ, എവിടെയാ നീയേ? എന്താ അമ്മേ? ആരതി വന്ന് തൊഴു നീയേ. അയ്യോ, എന്താ ആരതി? ആരതി ചേച്ചിയൊക്കെ വീട്ടിലല്ലേ? അയ്യോ, ഇത് തൊഴുന്ന കാര്യം പറഞ്ഞേ. ഓ, ഇതാ. അയ്യോ, ആരാ നിന്നെ പറ്റി പറയുന്നേ? ഇക്കളെടുക്കുന്നുണ്ടല്ലോ. അതിഥി, വേഗം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ. അയ്യോ, വേഗം വാ പെണ്ണേ. അമ്മോ, നിന്റെ നെറ്റിയിലെ കുങ്കുമം കാണുമ്പോഴേ നല്ല ശകുനമാണെന്ന് തോന്നുമോളെ. നിനക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കുന്ന എന്റെ മനസ്സ് പറയുന്നു.
അമ്മേ ഇവക്ക് ഒരു ഗ്ലാസ് ഒന്നും പറ്റില്ല, അതുകൊണ്ട് ദേ ഒരു കുടം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേ ഈ ഇടയായിട്ട് നമ്മുടെ മുതുക്കിയെ ആരോ വിചാരിക്കുന്നുണ്ട്, അതുകൊണ്ടാ ഈ എക്കിളൊക്കെ. ആരാന്ന് ചോദിക്കമ്മേ. അതെന്തിനാടി ചോദിക്കുന്നേ? ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. അമ്മയ്ക്കറിയോ ആരാന്ന് പറ നോക്കട്ടെ. അയ്യോ നിക്ക് മുതുക്കി, പ്രമീളക്കുട്ടി എന്താ പറയുന്നത് നോക്കട്ടെ. വേറെ ആരാ? നിന്റെ ചേച്ചി ആരതിയായിരിക്കും നിന്നെ പറ്റി പറഞ്ഞേ. ജസ്റ്റ് മിസ്സായി പോയി ഡാർലിംഗ്. ജസ്റ്റ് മിസ്സോ? അങ്ങനെയാണെങ്കിൽ ചേച്ചിയല്ലേ? ചേച്ചിയോ അല്ല വല്ല പൂച്ചയോ അല്ല, അതാരാണെന്ന് എനിക്കറിയാം. Shut up. എന്താ ഇവക്ക് പറ്റിയേ? കറണ്ട് അടിച്ചു. എപ്പ നോക്കിയാലും കുട്ടികളെ പെണ്ണിനെ. ഒരു മിനിറ്റ്. എന്തോടോ വേണ്ടത്? അത് പിന്നെ ഞാനേ ID കാർഡ് മറന്നിട്ടാ വന്നേ. അകത്തേക്ക് കയറുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ റിസപ്ഷനിസ്റ്റ് എന്റെ തല തിന്നും, അതുകൊണ്ടാ. പക്ഷെ ബോസിന്റെ കൂടെ വരുവാണെങ്കിൽ ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ. ID കാർഡ് തന്നിട്ടുള്ളത് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. താനാ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് പാവ റിസപ്ഷൻ ഗേളിനെ കുറ്റം പറയുന്ന എന്തിനാ? അത് പിന്നെ ബോസേ, ഞാൻ ആരാണെന്ന് അപ്പുറത്തെ കമ്പനിയിലുള്ളവർക്ക് വരെ അറിയാം. എന്നിട്ടും ഇവർക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ മാത്രം തെറ്റല്ലേ? നമ്മുടെ രാജ്യത്ത് എന്ത് റൂൾസ് ഉണ്ടാക്കിയാലും അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ തന്നെ പോലുള്ളവരുണ്ടല്ലോ. നടക്ക്. നമ്മുടെ രാജ്യത്ത് എന്ത് റൂൾസ് ഉണ്ടാക്കിയാലും അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ തന്നെ പോലുള്ളവരുണ്ടല്ലോ. നടക്ക്. Such a piss off.